ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ആ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബാക്കിലുള്ള നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതായത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കണം. ഇതാ ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇത് നോൺ സ്റ്റിക്കാണ്. കളറ് പോയതാണല്ലോ, കോട്ടിങ് പോയതാണല്ലോ എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇത് നോൺ സ്റ്റിക്ക് അല്ല, ഇരുമ്പ് ചീനിച്ചട്ടിയാണ് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെയാണ് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത്. കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഞാൻ ഇട്ട് വറക്കുന്നത്. അത് ഒരു മാക്സിമം ഒരു 8-9 മിനിറ്റ് മതി ഒരു ചെമ്മീൻ ഫ്രൈ ആയി വരാൻ കേട്ടോ. ഒരുപാട് സമയം ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയിപ്പോവും. ഇതേപോലെ ആക്കി നമുക്കിതിനെ ഫ്രൈ ചെയ്ത് ഇത്രയും മതി. നമുക്ക് എന്നിട്ട് 1 സെക്കൻഡ് കൂടെ അടച്ച് വയ്ക്കുക. ഒന്ന് നമ്മൾ ഇളക്കിയല്ലോ, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ഈ ഫുൾ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ പണി കഴിയും. കാരണം മറ്റേ മീൻ പോലെ ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ട്രിപ്പ് വിട്ടു ഞാൻ അതും എടുത്തു. അതേപോലെ ഫുള്ള് വറുത്ത് കോരിയ ശേഷം ഞാൻ കാണിക്കാമേ. എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആ മസാലയൊക്കെ ഇരുന്ന ഒരു ഇതുണ്ടല്ലോ ആ പ്ലേറ്റിൽ, അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മീൻ വറുത്തയിൽ കുറച്ച് എണ്ണയെ മിച്ചമുണ്ടായിരുന്നുള്ളൂ, അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഈ ചെമ്മീൻ വറുത്തതിൻ്റെ മേളിലോട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഫുൾ അതിൻ്റെ മേളിലോട്ടിടുക. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടൂലേ, അതിൻ്റെ മേളിൽ എന്തോ നല്ല പിരുപിരാന്ന് നമുക്ക് തോന്നും, എന്തോ ഇത് മുഴുവൻ മീൻ വറുത്തതിൻ്റെ പൊടിയാണോ എന്നല്ല കേട്ടോ. ഇത് ഈ തേങ്ങയും കൂടി ഇട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.